വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനായ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്, വേദിയിലുള്ള ബഹുമാനരായ എംപിമാർ ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ ഹാരിസ് ബീരാൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ബഹുമാനരായ MLA മാർ ശ്രീ അൻവർ സാദത്ത്, അതുപോലെ ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ ടോണി ചമ്മണി, ശ്രീ ദീപക് ജോയ്, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ള ബഹുമാനരായ MLA മാർ, ശ്രീമതി ഉമാ തോമസ്, വേദിയിലുള്ള ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ചിങ്ങം 1 കർഷക ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള കർഷക ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഇന്ന് വളരെ വിപുലമായി ഈ കർഷക ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി തന്നെ 2 പ്രാവശ്യം ഇവിടെ വരികയും യോഗം ചേരുകയും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുൻപിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത പരിപാടികളാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് രാവിലെ നേരത്തെ തന്നെ എത്തി ഈ നമ്മുടെ പരിപാടി നടക്കുന്നതിന് പുറത്ത് ഏർപ്പാട് ചെയ്തിട്ടുള്ള സ്റ്റോളുകൾ, എല്ലാ സ്റ്റോളുകളും അദ്ദേഹത്തോടൊപ്പം സന്ദർശിക്കുകയുമുണ്ടായി. വിവിധ ഉൽപ്പന്നങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നൂതനമായ ടെക്നോളജി, കാർഷിക രംഗത്ത് ഉപയോഗിക്കേണ്ട ടെക്നോളജികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്ന സ്റ്റോളുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ കർഷക ദിനാഘോഷം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷി വകുപ്പ് നമുക്കെല്ലാം അറിയുന്നത് പോലെ കൃഷി വകുപ്പ് വളരെ പുതിയ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇത് വനിതാ കർഷക വർഷം കൂടിയാണ്. കൃഷി വകുപ്പ് കൃഷി സഖി എന്ന് പറയുന്ന വനിതാ കർഷകർക്കുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ യുവാക്കൾക്ക്, കുട്ടികൾക്ക് കൃഷിയിൽ താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഖദർ എന്ന പരിപാടിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ പാഠ്യപദ്ധതിയിൽ കൃഷിയെക്കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പുതിയ വിദ്യകളെക്കുറിച്ചുമൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനും, അങ്ങനെ ബോധവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നൽകുവാൻ തീരുമാനിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് കൃഷി വകുപ്പ് ഖദർ എന്ന് പറയുന്ന പ്രോഗ്രാം കൂടി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പ് ലോകത്തെവിടെയും എന്ത് വിഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് അത് ഇവിടെ എത്തിച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ലോകക്രമം മാറുന്നതിനനുസരിച്ച് നമുക്ക് പല സാധനങ്ങളും ലോകത്ത് ലഭ്യമാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു സമയത്ത് കൃഷിയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കൃഷി വകുപ്പ് മുമ്പോട്ട് പോകുന്നത്. ഈ കൃഷി ഏറ്റവും നല്ല രീതിയിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കൃഷി വകുപ്പിനും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് ഇവിടെ ഈ കർഷക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.